രതി നിർവേദത്തിലെ രതിയാകാൻ ശ്വേത തയ്യാറെടുത്തു കഴിഞ്ഞു. ഭരതൻ പത്മരാജൻ ടീം അനശ്വരമാക്കിയ രതി നിർവേദം കണ്ടിട്ടില്ലെങ്കിലും രണ്ടാം പതിപ്പിൽ രതിയുടെ വേഷം ഭംഗിയാക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശ്വേത. പത്മരാജന്റെ തിരക്കഥയിൽ ടി.കെ. രാജീവ് കുമാർ ഒരുക്കുന്ന ചിത്രത്തിന് പൂജ നടത്തി തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. നായകനെ തീരുമാനിച്ചിട്ടില്ല. So for me, this is very emotional because Bharathan uncle und Papi uncle und so I am so happy and so excited. Pinne itre oru super hit padam Jayabali aunty cheyda. So I'm quite overwhelmed. I'm quite nervous. എനിക്ക് ഞാൻ ഒറിജിനൽ കാണാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര നെർവസ് ആണ്. ഐ റിയലി ഡോണ്ട് നോ. ഐ ഹാവ് ഗിവൻ മൈസെൽഫ് ടു രാജീവ് ഏട്ടൻ ആൻഡ് സുരേഷ് ഏട്ടൻ. മലയാള സിനിമയിലെ രതി സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയാണ് 1978 രതി നിർവേദം പ്രേക്ഷകരിലെത്തിയത്. പത്മരാജന്റെ തിരക്കഥയുടെ സംവിധായകനായതിനെക്കുറിച്ച് ടി.കെ. രാജീവ് കുമാർ പറഞ്ഞു, ഞാൻ ഗന്ധർവൻ കഴിഞ്ഞ അടുത്തത് രാജീവിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ അടുത്ത സിനിമ സംവിധാനം ചെയ്യുക. ഒരു നിമിത്തം പോലെ വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഇങ്ങനെ ഈ പ്രോജക്റ്റിനോട് പറയുമ്പോൾ സത്യത്തിൽ അന്ന് പപ്പേട്ടൻ്റെ ഒരു വാക്ക്, അത് തീർച്ചയായും ഞാൻ ചെയ്യണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് ഭരതന്റെയും പത്മരാജന്റെയും ഹരിപോത്തന്റെയും കുടുംബങ്ങളും പൂജയ്ക്ക് എത്തിയിരുന്നു. ഓർമ്മകൾ ഖനം വെച്ച അന്തരീക്ഷത്തിലെ മഞ്ഞുരുകിയത് കൃഷ്ണചന്ദ്രൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. പഴയ നായകന് പുതിയ നായകൻ ആരെന്നറിയാൻ മോഹം. ഭരതേട്ടനും എല്ലാവരും കൂടി എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് തണുപ്പത്ത് രാത്രി എന്നെ ഒറ്റയ്ക്ക് എന്നെ റേപ്പ് ചെയ്യുമ്പോഴുള്ള ലൈനാണ്. രാത്രി 17 വയസ്സുള്ള എന്നെ പേടിപ്പിച്ചിട്ട് ഞാനൊരു 3 പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നതെന്നാണ് ഭരതേട്ടൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. അതൊക്കെ പിന്നെ ഉണ്ടായ കഥയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി തീർത്തും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ് ചിത്രം പുനർജനിക്കുന്നത്. മനോരമ